നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. കെ ബാബുവിന്റെ രാജിക്കത്ത് ഇന്നും ഗവർണർക്ക് കൈമാറിയില്ല. എജിയെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചുവെന്ന് VS. സോളാർ തട്ടിപ്പിൽ നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെന്ന് ഉമ്മൻചാണ്ടി. എൻഡോസൾഫാൻ ഇരകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം തുടങ്ങി. സർക്കാർ പ്രഖ്യാപിച്ച സഹായം ഉടൻ നടപ്പാക്കണമെന്ന ആവശ്യം ഐക്യദാർഢ്യവുമായി ഒപ്പുമര ചുവട്ടിൽ അനിശ്ചിതകാല സമരം. രാജ്യം 67ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ ഒലന്ത് മുഖ്യാതിഥി. മഹാരാഷ്ട്രയിലെ ശനിശിംഗൻപൂർ ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ പ്രവേശന സമരം. നേരിയ സംഘർഷം. സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ക്ഷേത്രപ്രവേശനത്തിന് ഇനിയും ശ്രമിക്കുമെന്ന് സമര നേതാക്കൾ. അഡ്ലൈറ്റ് T20യിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഓസീസിനെ മറികടന്ന് 37 റൺസിന് വിജയം. വിരാട് കോഹ്ലി പുറത്താകാതെ 90 റൺസ്. സോളാർ കേസിൽ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. സോളാർ തട്ടിപ്പിൽ സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും സോളാർ കമ്മീഷന്റെ ദീർഘമായ തെളിവെടുപ്പിൽ പങ്കെടുത്ത് പുറത്തുവന്ന മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. സോളാർ കേസിൽ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ബിജു രാധാകൃഷ്ണൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ഇതിന് മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നുമായിരുന്നു ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ ക്രോസ് വിസ്താരത്തിനിടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. അതുവരെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ഈ ചോദ്യത്തിന് മുന്നിൽ തെല്ലൊന്നു പകച്ചു. എങ്കിലും നുണപരിശോധനയുടെ ആവശ്യമില്ലെന്നും സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂവെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. കമ്മീഷന്റെ സിറ്റിംഗിൽ പങ്കെടുത്ത പുലർച്ചെ 1:15 പുറത്തു വന്ന മുഖ്യമന്ത്രിയോട് നുണപരിശോധനയ്ക്ക് തയ്യാറാകാത്തതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ. അങ്ങനെ ഒരു ബോധ്യം നമുക്കില്ല. നമ്മളൊരു തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യം നമുക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരാൾക്ക് പോലും സംശയമില്ല. പിന്നെ എന്തിനാ? സോളാർ തട്ടിപ്പിൽ ഖജനാവിന് 1 രൂപ പോലും നഷ്ടമുണ്ടായിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം ശരിയല്ലെന്ന് തെളിവെടുപ്പിനിടെ കമ്മീഷൻ നിരീക്ഷിച്ചതിനെ മുഖ്യമന്ത്രി എതിർക്കാതിരുന്നത് ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ വാദങ്ങളുടെ മുന്നോടിക്കുന്നതല്ലേ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരത്തിലൂടെ മുഖ്യമന്ത്രി പിടിച്ചു നിന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം 1 രൂപയുടെ നഷ്ടം ഗവൺമെൻറ്റിനുണ്ടായിട്ടില്ല. 1 രൂപയുടെ ലാഭം അവർക്കുണ്ടാക്കിയിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് വളരെ വ്യക്തമായിട്ടുള്ള ആ നിലപാട് തന്നെ പറയാൻ സാധിക്കും. സോളാർ കമ്മീഷന്റെ സിറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അവസാനം കാലിടറിയോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഉത്തരം ഇങ്ങനെ. കൈവിട്ടൊന്നും പോയില്ല. പുലർച്ചെ പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകരുടെ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങളോട് ഇതൊക്കെ കഷ്ടമാണെന്ന് പിറുപിറുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് പടിയിറങ്ങിയത്. സെയ്ഫ് സെൻലാബ്ദിനൊപ്പം ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. സോളാർ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമെന്ന് VS അച്യുതാനന്ദൻ. സർക്കാർ സ്ഥാപനമായ അനർഷയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ടീം സോളാറിന് സബ്സിഡി സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകിയില്ലെന്നും VS തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉമ്മൻചാണ്ടി പറഞ്ഞത് വളരെയധികം പച്ചക്കള്ളമാണ്. അതെ, അത് ധൈര്യം കാണിക്കില്ല. കാരണം വസ്തുത വിരുദ്ധമായതുകൊണ്ട്. അനർട്ട് എന്ന് പറയുന്ന സ്ഥാപനം 45 പ്രൊജക്റ്റുകൾക്കാണ് ഗവൺമെൻറ് ആണ് ഈ സ്ഥാപനം. അനർട്ട് ലക്ഷക്കണക്കിനല്ല ദശലക്ഷക്കണക്കിന് കടം കൊടുത്തിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ കാശാണ്. അതേപ്പറ്റി ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി പറയുക. അതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ജോസഫ് വാഴക്കൻ MLA, V ശിവൻകുട്ടി MLA, അഡ്വക്കേറ്റ് ഹസ്കർ, ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ശ്രീ V ശിവൻകുട്ടി, VS അച്യുതാനന്ദൻ എന്തടിസ്ഥാനത്തിലാണ് അനർട്ടിൻ്റെ പണം സരിത എസ് നായരുടെ സോളാർ ഇടപാടുകൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്? എവിടെ തെളിവുകൾ? തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്
ഇതിനെ സംബന്ധിച്ചിടത്തോളം സോളാർ തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വ്യക്തമാക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിന് തന്നെ ഉണ്ടാവും. നിങ്ങൾ നിയമസഭയ്ക്കും പുറത്തും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒറ്റ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ, സംസ്ഥാന ഖജനാവിന് ഈ ഇടപാട് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന്. ഇന്നലെ രാത്രി 1 മണി വരെ ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകുമ്പോഴും ആ വാദത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്, സംസ്ഥാന ഖജനാവിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന്. അനർട്ട് മുഖാന്തരം വലിയ തോതിൽ പണം സരിതായസ് നായരുടെ ഇടപാടുകളിലൂടെ ഒഴുകിയിട്ടുണ്ട് എന്ന് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഇന്ന് ആവർത്തിക്കുമ്പോൾ എവിടെ തെളിവുകൾ? ഈ 14 മണിക്കൂർ നേരം ചോദ്യം ചെയ്ത അവസരത്തിലും ഉമ്മൻചാണ്ടി പറഞ്ഞതെല്ലാം കള്ളമാണ്. എല്ലാ കാര്യവും തന്നെ അദ്ദേഹം നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരിക്കലും താൻ കുറ്റം ചെയ്തെന്ന് ഒരു കമ്മീഷന് മുമ്പാകെ സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ലല്ലോ. ഇത് കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിൽ എത്രമാത്രം തുകയുടെ നഷ്ടം സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായിട്ടുള്ളൂ, ഉമ്മൻചാണ്ടിയുടെ പങ്കെന്താണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പങ്കെന്താണ്, സരിതായസ് നായർ എഴുതിയ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മന്ത്രിമാരുടെയും എം പിമാരുടെയും എം എൽ എമാരുടെയും ഇതിനുള്ള ഉത്തരവാദിത്വം എന്താണ്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് വന്ന ശേഷം നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതിന്റെ ആവശ്യമില്ല എന്നാണ് ശ്രീ വി ശിവൻകുട്ടി ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിൽ എന്തൊക്കെയാണ് നടന്നത് എന്നത് സംബന്ധിച്ച് ബോധ്യമുണ്ട്. സരിതയുടെ ടീം സോളാറിന് അനർട്ടിന്റെ പണം ഒഴുകിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ രേഖകൾ MLA ആയ താങ്കളുടെ കയ്യിലും മാധ്യമപ്രവർത്തകനായ എൻ്റെ കയ്യിലും ഉണ്ടാകുമായിരുന്നു. അവിടെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് പിഴക്കാത്തതിന്റെ കാരണം അങ്ങനെ പണം പോയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയല്ലേ? ഞാൻ ഒരു ഉമ്മൻചാണ്ടി പറഞ്ഞ പച്ച കള്ളത്തിന് ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണാം. അതായത് ഈ 1/4/2015 അവിടെ നിയമസഭയുടെ ചട്ടങ്ങൾ പ്രകാരം 154 ചട്ടപ്രകാരം ഞാൻ ഒരു അവകാശ ലംഘനത്തിന്, മുഖ്യമന്ത്രിയുടെ ഒരു അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. ആ നോട്ടീസിൽ പറയുന്നത് റിപ്പോർട്ടർ ചാനൽ പുറത്ത് കൊണ്ടുവന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സരിതായസ് നായരെ ഡൽഹിയിൽ വെച്ച് ഉമ്മൻചാണ്ടി കണ്ടു എന്നാണ് മാത്യു ടി തോമസ് 2013 ജൂൺ മാസം 17-ാം തീയതി നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ പറയുന്നതിന് വേണ്ടി തയ്യാറായത്. മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ജൂൺ മാസം 17-ാം തീയതി അങ്ങനെ കണ്ടിട്ട് ഇല്ലെന്നാണ്. എന്നാൽ നമ്മൾ കേരള ഹൗസിൻ്റെ രേഖകളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രാപൂർവ്വമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വിജ്ഞാന ഭവനിൽ വെച്ച് നടന്ന ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ട് നടന്നിട്ടുള്ള ആ യോഗത്തിൽ 27-ാം തീയതി തന്നെയാണ്, ആ യോഗത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി കണ്ടത്. മുഖ്യമന്ത്രി പറയുന്നത് പോലെ വേറൊരു പെൺകുട്ടിയുടെ ചിത്രമല്ല റിപ്പോർട്ടർ ചാനലിൽ പുറത്തുവിട്ടത്, സരിതായസ് നായരുമായി വിജ്ഞാന ഭവനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചിത്രം തന്നെയാണ് പുറത്തുവിട്ടത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ സോളാർ ഏതെങ്കിലും MLA-മാർ അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പച്ചക്കള്ളം പറയുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അത് താങ്കൾ പിൻവലിക്കേണ്ടതാണ്. ഞാൻ ആധികാരികമായി അത് പറയുകയാണ്. അന്ന് റിപ്പോർട്ടർ ടെലിവിഷൻ പുറത്തുവിട്ട ശബ്ദരേഖ തോമസ് കുരുവിള എന്ന മുഖ്യമന്ത്രിയുടെ അപ്രഖ്യാപിത ദില്ലിയിലെ ദൂതന്റെ ശബ്ദരേഖയാണ്. അതിൽ പറയുന്നത് ഞാനാണ് സരിതായസ് നായർക്ക് വിജ്ഞാൻ ഭവനിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൂടിക്കാഴ്ച നടത്താൻ അവസരമുണ്ടാക്കി കൊടുത്തത്. മുഖ്യമന്ത്രി വിജ്ഞാൻ ഭവനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, സരിത വിജ്ഞാൻ ഭവൻ്റെ ആ ഗേറ്റിന് പുറത്ത് നിന്നും മുഖ്യമന്ത്രിയെ കാണുന്നു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടെ നിന്ന് പിൻവാങ്ങി, അവരെന്താണ് സംസാരിച്ചത് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാണ്. ഇതാണ് പിന്നീട് നിയമസഭയിൽ മാത്യു ടി തോമസിൻ്റെ അടിയന്തര പ്രമേയമായി വന്നത്. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ഡിസംബർ 27 റിപ്പോർട്ട് ചെയ്തത് ഡിസംബർ 27-നാണ് വിജ്ഞാൻ ഭവനിൽ ഈ കൂടിക്കാഴ്ച നടന്നത് എന്നാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു 27-നല്ല 29-നാണ് ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്, ഡേറ്റ് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞ് ആ വാദം അങ്ങ് തള്ളിക്കളഞ്ഞു. പിന്നീട് പി ശ്രീരാമകൃഷ്ണൻ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ വീണ്ടും ഇതേ വിഷയത്തിൽ തന്നെ അടിയന്തര പ്രമേയം വന്നപ്പോൾ ഈ വിഷയം ഉന്നയിച്ചു. അന്ന് മുഖ്യമന്ത്രി മിണ്ടിയില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ശരിയാണ്, ഞാൻ നിയമസഭയിൽ പറഞ്ഞത് 29-നാണ്, അതെന്നെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതാണ്, യഥാർത്ഥത്തിൽ ഡിസംബർ 27 തന്നെയായിരുന്നു ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നത് എന്നാണ്. അതാണ് തോമസ് കുരുവിള ഞാൻ ഒരുക്കി കൊടുത്ത കൂടിക്കാഴ്ച
സരിത എസ് നായരും മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ മുഖ്യമന്ത്രിയും സരിത എസ് നായരും ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയെന്നതിന് ദൃശ്യങ്ങളുടെ തെളിവ് അന്നും നൽകിയിട്ടില്ല, ഇന്നും നൽകുന്നില്ല. അല്ല, മുഖ്യമന്ത്രി അന്ന് നിയമസഭയിൽ പറഞ്ഞത് എന്നോടൊപ്പം കേരള ഹൗസിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഉണ്ടായിരുന്നത് സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബീന മാധവനാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലാതെ സരിതാ നായരുമായിട്ട് വിജ്ഞാന ഭവന്റെ മുന്നിൽ വെച്ച് ഈ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, വിജ്ഞാന ഭവനിൽ വെച്ച് നടന്ന യോഗം 29-ാം തീയതി എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നതിന് വേണ്ടി തയ്യാറായത്. എൻ്റെ വാദം 27 എന്നുള്ളതാണ് രേഖകൾ വെച്ചുകൊണ്ട്. അതാണ് അതൊക്കെ ശരിയാണ്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ താങ്കൾ റിപ്പോർട്ടർ ടെലിവിഷൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ സരിത എസ് നായർ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ എനിക്കത് നിഷേധിക്കേണ്ടി വരും. കാരണം ഞങ്ങൾ സാധാരണഗതിയിൽ ഈ അതിൻ്റെ സാങ്കേതികത്വം കൂടി ശ്രീ ശിവൻകുട്ടി ഞാൻ പറഞ്ഞു തരാം. സാധാരണഗതിയിൽ ദൃശ്യങ്ങൾ കാണിക്കുമല്ലോ, ടെലിഫോണിൽ വരുന്ന കാർഡുകൾ കാണിക്കും, അതിൻ്റെ കൂടെ ദൃശ്യങ്ങൾ കാണിക്കും. സ്വാഭാവികമായും ഡൽഹിയിലുള്ള ഒരു ദൃശ്യമായിരുന്നു ആ സമയത്ത് കാണിച്ചത്. ആ ഡൽഹിയിലുള്ള ദൃശ്യത്തിൽ കേരള ഹൗസിൻ്റെ പുറത്ത് വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഡ്വക്കേറ്റ് ബീന മാധവനുമായി സംസാരിക്കുന്ന ദൃശ്യമായി പോയി. അതെല്ലാവരും കൂടി ഊഹിച്ചു കൂട്ടി ഇത് സരിത എസ് നായരുമായി സംസാരിക്കുന്ന ദൃശ്യമാണ് എന്ന നിലയിൽ വരുത്തി. ഞങ്ങൾ അന്നും അത് തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയും സരിത എസ് നായരും കാണുന്ന നിലയിലല്ല ഞങ്ങൾ ആ ദൃശ്യങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്, അതൊരു വെറും ഫയൽ ചിത്രം മാത്രമായിരുന്നു എന്ന്. അതവിടെ നിൽക്കട്ടെ, അത് അത്രയും ബോധ്യമായിട്ടുണ്ടാവുമല്ലോ, ഇത് കേൾക്കുന്നവർക്കും ബോധ്യമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നിൽക്കൂ, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. എനിക്ക് ജോസഫ് വാഴക്കനെ കൂടി ഈ ചർച്ചയെ പങ്കെടുപ്പിക്കേണ്ടത്. ശ്രീ ജോസഫ് വാഴക്കൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്തിനാണ് 29-നാണ് ഞാൻ ഡൽഹിയിൽ പോയത്, 27-നല്ല എന്നൊരു അടിയന്തര പ്രമേയത്തിന് മറുപടിയായി പറഞ്ഞതെന്നറിയാമോ? ആകെ കൺഫ്യൂഷനാക്കുക, ഒരു അലീബി അവിടെ സൃഷ്ടിക്കുക, അങ്ങനെ കുറച്ച് ദിവസം ആ വിഷയത്തിൽ നിന്ന് തടിതപ്പുക. എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു? അന്ന് മാത്യു ടി തോമസിൻ്റെ അടിയന്തര പ്രമേയം, തുടർന്ന് 2-3 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പി ശ്രീരാമകൃഷ്ണൻ്റെ അടിയന്തര പ്രമേയം. അതിന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുന്നില്ല. എത്രയെത്ര മൊഴികൾ സോളാർ അന്വേഷണ കമ്മീഷന് മുമ്പാകെ വന്നു, അവിടെ ഒന്നും തന്നെ മുഖ്യമന്ത്രിയുടെ വിശദീകരണമില്ല. ഇന്നലെ പോയി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു 27-ന് തന്നെയാണ്, 29-നാണ് എന്നുള്ളത് തന്നെ ഉദ്യോഗസ്ഥന്മാർ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന്. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ഓരോയിടത്തു നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത്. തൽക്കാലത്തേക്ക് എന്തെങ്കിലും പറഞ്ഞു ഊരുക, അത് ഇനി നടപ്പില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഇന്നലെ 14 മണിക്കൂർ മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ശ്രീ ജോസഫ് വാഴക്കൻ അങ്ങനെ കൂടെ പറയേണ്ടി വരും, ഒരു മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തി കേരളത്തിലെ ഒരു തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ. ഇനിയിപ്പോൾ റിപ്പോർട്ട് വരും, ഇതൊക്കെ ഉണ്ടാകും, ഈ ഉരുളലും പെരളലും എല്ലാം ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ അതിജീവിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിന് മറുപടി പറയട്ടെ. അച്യുതാനന്ദൻ പറഞ്ഞല്ലോ, അനർട്ട് നമ്മുടെ ടീം സോളാറിനെ വഴിവിട്ട് സഹായിച്ചു എന്ന്. ഇത്രയും കാലമായിട്ട് 2 കൊല്ലമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇന്നേ വരെ ആരും പറയാത്തത്. പിന്നെ അച്യുതാനന്ദന് ഒരു ഗുണമുണ്ട്, പ്രായത്തിൻ്റെ ആനുകൂല്യമാകാം, ആരെക്കുറിച്ച് എന്തനാവശ്യവും ഏത് ഭാഷ ഉപയോഗിച്ചും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കേരളം നൽകിയിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം അത് ആഘോഷിച്ച് കൊടുക്കാറുമുണ്ട്. ആരും അദ്ദേഹത്തെ പഴി പറയാറുമില്ല, എന്തും പറഞ്ഞ്. അത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഒരു ആനുകൂല്യമാണ്. അതല്ലാതെ അതിനപ്പുറത്ത് ഒരു നയാ പൈസ അനേർട്ടിൽ നിന്നും ഇവർക്ക് കൊടുക്കുകയോ ഇവരുടെ കമ്പനിക്ക് കേരള അനേർട്ടിൻ്റെ അംഗീകാരം കിട്ടുകയോ ചെയ്തിട്ടില്ല എന്ന് എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. ഒരാൾ പോലും അതിനെതിരായിട്ട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ലാത്ത കാര്യം. ഇന്നിപ്പോൾ പുതിയ കഥയായിട്ട് അത് 2 കളിയാക്ക് വാക്കും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കും. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പ് അത്തരം വാക്കുകളൊക്കെ. പിന്നെ ചോദിക്കുന്ന ചോദ്യത്തിനല്ല ശിവൻകുട്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ശിവൻകുട്ടി വേറെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഞാൻ പോട്ടെ, വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതിയോടൊപ്പം ഇരുന്നൊരു സരിത വർത്തമാനം പറഞ്ഞ കാര്യമല്ലല്ലോ. വിജ്ഞാൻ ഭവനിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിൽ എവിടെ ചെന്നാലും, അത് ഡൽഹിയിലാണെങ്കിലും കേരളത്തിലല്ല ഇന്ത്യയിൽ ലോകത്ത് എവിടെ ചെന്നാലും അദ്ദേഹത്തെ കാണാൻ ഒരു 100 പേര് അപ്പം എത്തും. വിജ്ഞാൻ ഭവനിൽ നിന്ന് അദ്ദേഹം പുറത്തോട്ടിറങ്ങുന്നു, മാധ്യമപ്രവർത്തകരുണ്ട്, അവിടെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാം കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു നിവേദനമായിട്ട് കടലാസുമായിട്ട് പോയ ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഇത് ഓർത്തിരിക്കുക, ഇത് ഇന്ന ആൾ ഇതാ വന്നിരിക്കുന്നു എന്ന്.
ഇതൊക്കെ ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി അങ്ങനെയല്ല ശ്രീ ജോസഫ് വാഴക്കൻ, അങ്ങനെ അതിനെ നിസ്സാരമായി കാണാതെ ഈ തട്ടിപ്പ് കേസ് എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഇത്രയും പ്രമാദമായത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സരിതാസ് നായരും അനുചര വൃന്ദങ്ങളും കേരളത്തിലാകമാനം നൂറുകണക്കിന് ആളുകളെ തട്ടിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്നുള്ളതാണ് വിഷയം. അത് ഖജനാവിനെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സാങ്കേതികാർത്ഥത്തിൽ നമ്മൾ വ്യവച്ഛേദിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പണം, സാധാരണക്കാരനായ ആരുടെയും പണം ഈ ഖജനാവിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് ആ അർത്ഥത്തിൽ നോക്കിയാൽ. ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പെട്ടെന്ന് തന്നെ സരിതാസ് നായരുമായി ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ. ഞാൻ കണ്ടിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇന്നലെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുമ്പാകെ 3 തവണ താൻ കണ്ടിട്ടുണ്ടാകാം എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പറയേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് ആ കാര്യത്തിൽ തെളിവുകളുണ്ട് എന്ന അർത്ഥത്തിലാണ്. നേരത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ ഉമ്മൻചാണ്ടിയാണ് ഇന്നലെ 3 തവണ കണ്ടിട്ടുണ്ടാകാം എന്ന് പറയുന്നത്. ആ തരത്തിൽ തെളിവുകൾ തന്നെ കൊടുക്കുന്നു എന്നാകുമ്പോഴാണ് മുഖ്യമന്ത്രി കുറേശ്ശെയെങ്കിലും സത്യം പറയുന്ന നിലയിലേക്ക് വരുന്നത് എന്നുള്ളത് ലജ്ജാകരമല്ലേ? എൻ്റെ നികേഷേ, ഇതിപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ കടപ്പളാമറ്റത്ത് വെച്ച് അദ്ദേഹത്തിനെ കാണാനായി അവിടെ പബ്ലിക് മീറ്റിങ്ങിൻ്റെ യോഗ സ്ഥലത്ത് വന്നിരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ ആദ്യം പുറത്ത് പറയുന്നത്. എൻ്റെ അടുത്ത് അന്ന് കടപ്പളാമറ്റത്ത് വന്നിരുന്നു എന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ച് പിന്നെ സ്ത്രീയാണ് അതെന്ന് അറിഞ്ഞു. എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ ആദ്യം പുറത്തു വിടുന്നത്. ഇത് ഞാൻ പലതവണയും വന്നിട്ടുണ്ടാകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പിന്നീട് അതുമായി നിയമസഭയിലെ കാര്യങ്ങൾ ഓർക്കുക. കടപ്പളാമറ്റത്തെ ചിത്രം ആദ്യം നിയമസഭയിൽ വന്നപ്പോ ഉമ്മൻചാണ്ടി അവിടെയൊക്കെ കണ്ടിട്ടുണ്ടാകാം. പൊതുപരിപാടിയിൽ ആരൊക്കെ എന്തൊക്കെ വന്ന് സംസാരിക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കെടുപ്പ് ഉമ്മൻചാണ്ടിക്ക് ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അല്ല, ശിവൻകുട്ടി ആ കാര്യത്തിൽ ഒരു മറുപടി പറയട്ടെ ശ്രീ ജോസഫ് വാഴക്കൻ. കാരണം ശിവൻകുട്ടി ഈ വിഷയത്തില് അതിന് മേശപ്പുറത്തൊക്കെ കയറി നിന്നതല്ലേ പല ഘട്ടങ്ങളിലായിട്ട്. ശിവൻകുട്ടിക്ക് ഇത് ഇവിടെ മാത്രമല്ല, എവിടെ ചർച്ചയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാലും എവിടെ ശിവൻകുട്ടി ഞാൻ പറഞ്ഞത് ഈ നമുക്ക് പറയാനുള്ള സത്യവുമായിട്ട് യാതൊരു കാര്യമില്ലാത്ത എത്രയോ സരിതയും ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം വന്നതിന് ശേഷമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പലരും വന്ന് മെമ്മോറണ്ടം കൊടുക്കുന്ന. സാധാരണഗതിയിൽ ആൾക്കാർ മെമ്മോറണ്ടം കൊടുക്കുന്നത് നേരെ വന്ന് കയ്യിലാണ് മെമ്മോറണ്ടം കൊടുക്കുന്നത്. അതല്ലാതെ പുറവശത്തുറ വന്നത് പിന്നെ തോളിൽ താടിയെല്ല് ചാരി വെച്ചുകൊണ്ടല്ല, ചെവിയിൽ കടിച്ചല്ല മെമ്മോറണ്ടം കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിക്ക് മെമ്മോറണ്ടം കൊടുക്കുന്നത് അത് AK ആന്റണിക്കും BS അച്യുതാനന്ദനും നയനാറിനും ഒക്കെ തന്നെ മെമ്മോറണ്ടം കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന് നേരെ മെമ്മോറണ്ടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ സംശയം കേരളീയ ജനതയ്ക്കുണ്ടെന്ന് ഈ കേസിലെ ഏറ്റവും പ്രമാദമായ വിഷയം നിൽക്കൂ ശ്രീ ശിവൻകുട്ടി, ഞാനൊന്ന് ശ്രീ ജോസഫ് വാഴക്കനോട് ചോദിച്ചോളട്ടെ. നിങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ശ്രീധരൻ നായർക്കൊപ്പം സരിത ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്റലിജൻസ് DGP ഈ വിഷയത്തിൽ 33 കേസുകളുടെ നായകസ്ഥാനം വഹിച്ചിരുന്ന ഹേമചന്ദ്രൻ, അദ്ദേഹം ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുമ്പാകെ നൽകിയ മൊഴി എന്താണ്? സരിതാസ് നായരും ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു 9/7/2012 എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ഇന്റലിജൻസ് DGP ഹേമചന്ദ്രൻ എന്ന നിലയിൽ മാത്രമല്ല, 33 കേസുകളിൽ അന്വേഷണത്തിന് നായകത്വം വഹിച്ച ആൾ കൂടിയാണ്. ഇതാണല്ലോ നിങ്ങൾ നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും ആവർത്തിച്ച് നിഷേധിച്ചിരുന്നത്. മുഖ്യമന്ത്രിക്ക് ഇന്നലെ അങ്ങനെ ആ സമയത്ത് ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നിരിക്കാം എന്ന നിലയിലേക്ക് മാറിപ്പോകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതും ഇപ്പോൾ ഈ പറഞ്ഞ ഈ 3 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ, തെളിവുകൾ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ ജോസഫ് വാഴക്കൻ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. എൻ്റെ നികേഷെ ഇത്രയും കഷ്ടപ്പെട്ട് വളച്ചൊടിച്ചൊന്നും വർത്തമാനം പറയണ്ട. ഇത് വളരെ നേരത്തെ തന്നെ എല്ലാവരും സംസാരിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ ഇന്നലെ ഇൻ്റലിജൻസിൻ്റെ ADGP ഹേമേന്ദ്രൻ പറഞ്ഞ എന്താ, കോൾ രജിസ്റ്റർ വെച്ചുകൊണ്ട്, അതിൻ്റെ കോൾ ലൊക്കേഷൻ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകാം. ഈ സരിത അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സരിത ഒരു നല്ല തട്ടിപ്പുകാരിത്തിയാണ്. ആ സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ സ്ഥലത്തും എല്ലാ കോറിഡോറിൽ കൂടെയും കയറി അവരുടെ തട്ടിപ്പിന് പറ്റിയ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ടാകാം.
ഒരു പക്ഷേ ഈ ശ്രീധരൻ നായരെ കയറ്റിവിട്ടച്ച് പുറത്ത് നോക്കി നിൽപ്പുണ്ടാകാം. അപ്പോൾ കോൾ രജിസ്റ്റർ നോക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ എല്ലാം സെക്രട്ടേറിയറ്റ് തന്നെയാണ് നിൽപ്പ് എന്ന് വെച്ചോണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എൻ്റെ അടുത്തോട്ട് ശുപാർശയായിട്ട് ശ്രീധരൻ നായരെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല സെക്രട്ടേറിയറ്റ് വന്നിട്ടില്ല. സരിതയുടെ യാത്ര എവിടെയാണെന്നും സരിത എവിടെയാണ് നിൽക്കുന്നത് എങ്ങനെ ഉമ്മൻചാണ്ടി ഗണിച്ചറിയുമോ? ഇല്ല, ഉണ്ട്. അടുത്ത തെളിവുണ്ട് ശ്രീ ജോസഫ് വാഴക്കൻ. ഉമ്മൻചാണ്ടി സമർത്ഥനാണല്ലോ. ഉമ്മൻചാണ്ടി സമർത്ഥനായതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി പറയുന്നത് സരിത എസ് നായർ അവിടെ ഉണ്ടായിരുന്നു എന്ന് താൻ അറിഞ്ഞില്ല എന്നാണ്. പക്ഷേ അന്ന് തന്നെ 9/7/2012 തന്നെ ടീം സോളാറിൻ്റെ 2 ലക്ഷം രൂപയുടെ ചെക്ക് ഉമ്മൻചാണ്ടി കൈപ്പറ്റുകയും ഉമ്മൻചാണ്ടി ഡോക്ടർ ബി ആർ നായർക്ക് നന്ദി സൂചകമായി ഒരു കത്ത് അന്ന് തന്നെ എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ചെക്ക് കൈമാറിയത് എന്തായാലും ശ്രീധരൻ നായരായിരിക്കില്ലല്ലോ. ഈ ചെക്ക് അവിടെ ഒരാൾ ഡെലിവർ ചെയ്യണമല്ലോ. അത് സരിതയുടെ കയ്യിൽ നിന്നാണ് ഡെലിവറി ചെയ്യപ്പെട്ടത് എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇന്നലെ കമ്മീഷൻ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആണല്ലോ. ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ആ ഓഫീസിലൊരു സംവിധാനമുണ്ട്, പണം കൊടുക്കുന്ന ആളുകൾക്ക് ഒരു നന്ദി വാക്ക് പറയുക എന്നുള്ളത്. അത് ഉമ്മൻചാണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി അപ്പം തന്നെ അയ്യോ കത്ത് മേടിച്ചിട്ട് ബി ആർ നായർ എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഉമ്മൻചാണ്ടി കത്ത് ഉമ്മൻചാണ്ടി തന്നെ സോളാർ കമ്മീഷന് മുമ്പാകെ പറഞ്ഞത് എനിക്ക് നേരിട്ട് ആരെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് തരികയാണെങ്കിൽ അപ്പോൾ തന്നെ കത്ത് നന്ദി അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറും എന്നാണ്. അപ്പോൾ ശ്രീധരൻ നായർക്കൊപ്പം സരിത ഉണ്ടായിരുന്നു എന്ന് ADGP ഹേമചന്ദ്രൻ പറയുന്നു എന്നതിനൊപ്പം തന്നെ ഈ സരിത മുഖ്യമന്ത്രി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നും സരിതയാണ് ടീം സോളാറിൻ്റെ 2 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് എന്നും വ്യക്തമാവുകയാണ് അതിലൂടെ. ഇതിനൊരു പുതിയ നുണ കണ്ടുപിടിക്കണം ഇനി. അതെങ്ങനെ അങ്ങനെ വ്യക്തമാകുന്നത്? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീധരൻ നായരുടെ കൂട്ടത്തിൽ സരിത ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. എനിക്ക് ശ്രീധരൻ നായരെ അറിയാം. ശ്രീധരൻ നായർ ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ്, കോറി അസോസിയേഷൻ്റെ. അദ്ദേഹം എന്നോട് നേരത്തെ ചോദിച്ചു, വന്നു, കണ്ടു, പറഞ്ഞു, നിവേദനം തന്നു പോയി. അത് സരിത ഒരു പക്ഷേ അവിടെ ഉണ്ടാകാമായിരിക്കാം. അവിടെയല്ല, ആ ഹോളിലല്ല. സരിത സെക്രട്ടേറിയറ്റിൻ്റെ പല കോണുകളിലും ഉണ്ടാകും. കാരണം സരിതയുടെ പണി അതായിരുന്നു. സരിതയെ സംബന്ധിച്ചിടത്തോളം സരിതയുടെ ബിസിനസ് നടക്കണമായിരുന്നു. അതിന് ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നത് പലതരത്തിലുള്ള തട്ടിപ്പുകൾക്ക് അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ പേര് കേസുണ്ടാകുകയും കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നിർഭാഗ്യവശാൽ ഉമ്മൻചാണ്ടിയുടെ ജോസഫ് വാഴക്കൻ ഇതിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ന്യായീകരണം കണ്ടെത്തുക, ആ ന്യായീകരണത്തെ സാധൂകരിക്കുന്ന മറ്റൊരു തെളിവ് വരുമ്പോൾ അതിന് പുതിയ കള്ളം കണ്ടെത്തുക എന്നുള്ള നിലയിൽ ഇനിയും പോകാനാകുമോ എന്നുള്ളത് വിട്ടുപോയിട്ടെങ്കിലും പരിശോധിക്കുക. വി ശിവൻകുട്ടി, സരിത സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങി നടക്കുന്ന ആൾ തന്നെയാണ് എന്ന് ശ്രീ ജോസഫ് വാഴക്കൻ സമ്മതിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുമായി നേരിട്ടുള്ള ബന്ധം അത് തെളിയിക്കുന്നതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് താങ്കൾ കൂടി മനസ്സിലാക്കുക. ഈ 3 തവണത്തെ കാര്യമായിരുന്നു കടപ്പള മറ്റമായിക്കൊള്ളട്ടെ, പിന്നീട് ഒരു ബിസിനസ് കാര്യത്തിന് സരിത വന്നു കണ്ടു എന്ന് പിന്നീട് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർക്കുന്നു. അപ്പോൾ 2ാമത്തെ യാത്രയായി. പിന്നീട് 1 ലക്ഷം രൂപ ടീം സോളാറിൻ്റെ പേരിൽ കത്ത് നൽകിയിട്ടുണ്ട്, അതും തന്നത് സരിതയാണെന്ന് പിന്നീട് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഓർമ്മ വന്നു. അങ്ങനെ 3 തവണ കണ്ടതായി മാത്രമേ തെളിവുകളുള്ളൂ എന്നുള്ളത് താങ്കൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ CD പറക്കാനൊക്കെ കുറെ പോയല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിൽ 10,000-കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് വിവിധ വ്യക്തികളിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലും ഉമ്മൻചാണ്ടിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയുടെ അടിസ്ഥാനത്തിലും ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ഓഫീസ് സ്റ്റാഫിൻ്റെ സഹായത്തോടു കൂടിയും ഉമ്മൻചാണ്ടിയിലെ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരുടെ സഹായത്തോടു കൂടിയും ഉമ്മൻചാണ്ടിയിലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ ചില MLA-മാരുടെ MP-മാരുടെ സഹായത്തോടു കൂടി സരിത ഇവിടെ വിലസുകയായിരുന്നു. ഇവിടെ പ്രതിപക്ഷത്തിൽ പെട്ട ആരെയും സരിത കാണാൻ വേണ്ടി വരുന്നില്ലല്ലോ. ജോസഫ് വാഴക്കൻ പറയുന്നു സെക്രട്ടേറിയറ്റിൽ തന്നെ താമസമായിരുന്നു എന്ന് ജോസഫ് വാഴക്കൻ തന്നെ പറയുന്നു. അപ്പോൾ സരിതയ്ക്ക് സെക്രട്ടേറിയറ്റിൽ തന്നെ താമസമാകുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ആരാ? കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ. ഞാൻ തന്നെ ഇത് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഒരു അവകാശ ലംഘന നോട്ടീസ് കൊടുത്തല്ലോ. വിജ്ഞാന ഭവനിൽ ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൻ്റെ തീയതി പോലും ഓർമ്മയില്ലാതെ ഞാൻ
നിയമസഭയിൽ പറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അത്രമാത്രം മോശപ്പെട്ട ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ. അതൊരു ഒരു ഞങ്ങളുടെ സഭയോടുള്ള അവഗണനയല്ലേ? ഈ വിജ്ഞാന ഭവൻ പോലുള്ള ഒരു സ്ഥലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്ത തന്നെ തീയതി തെറ്റായി പിന്നെ പറയുക, വീണ്ടും ഞാൻ ഓർമ്മയില്ലെന്ന് പറയുക, അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു മനുഷ്യനാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി? ഇതെല്ലാം ഈ കിടന്ന് മലക്കം മറിയുന്ന ഒരു സ്ഥിതിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ വാഴയ്ക്ക് മനസ്സിലാക്കണം, 14 മണിക്കൂർ നേരം ഒരു വൃത്തികെട്ട കേസിന്റെ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ ഇരുന്ന് വയർത്ത് ചോദ്യങ്ങൾ വക്കീലന്മാർ ചോദിക്കുക, ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു മുഖ്യമന്ത്രി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി പോകാമെന്നുള്ള ഓർമ്മ വേണം. ശ്രീ ജോസഫ് വാഴക്കൻ, ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ പറയുന്നു ബിജു രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, ഇപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് ആ കൂടിക്കാഴ്ച എന്തിനാണ് എന്ന് വെളിപ്പെടുത്താൻ ആകില്ല എന്നാണ്. ബിജു രാധാകൃഷ്ണൻ്റെ അഭിഭാഷകൻ ഇന്നലെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ മറുപടിയാണ് നേരത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് കേട്ടത്. ഞാനങ്ങനെ വീണിട്ടൊന്നുമില്ല, ഞാനവിടെ പിടിച്ചു നിന്നു എന്ന്. എൻ്റെ കക്ഷി ബിജു രാധാകൃഷ്ണൻ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ്, താങ്കൾ നുണപരിശോധനയ്ക്ക് തയ്യാറുണ്ടോ എന്ന ചോദ്യം വന്നപ്പോൾ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഒന്നും ഒളിക്കാനില്ലാത്ത മുഖ്യമന്ത്രി തന്നെയാണോ അങ്ങനെ പറഞ്ഞത്? ഒരു ക്രിമിനലിൻ്റെ വക്കീൽ അവിടെ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയും മറ്റ് പല ലക്ഷ്യങ്ങളോടും കൂടി ചോദിക്കുന്ന ചോദ്യത്തിന് മുഴുവൻ മറുപടി പറയണമെന്നാണോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സുതാര്യമായി കാര്യങ്ങൾ കാണുകയും അദ്ദേഹത്തിന് ഒന്നും മറച്ചു വെക്കാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നലെ ആ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ആ വാദത്തിന് മുഴുവൻ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. മുഴുവൻ ചോദ്യങ്ങൾക്ക് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പിൽ അങ്ങനെ പോയി നിന്ന് ഏത് കാര്യങ്ങൾ പറയണമെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് അത് ജോസഫ് വാഴക്കൻ ഇടപെടാതിരിക്കാൻ വയ്യ. ഒരു ക്രിമിനലിന്റെ അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ ഈ ക്രിമിനലുമായിട്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 3/4 മണിക്കൂർ കൊച്ചി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ചർച്ച നടത്തിയത്. ആ ക്രിമിനലാണ് പറയുന്നത് എനിക്ക് നുണപരിശോധനയ്ക്ക് വിധേയനാകാം ആ കൂടിക്കാഴ്ചയെ പറ്റി, മുഖ്യമന്ത്രി അതിന് തയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ അതിൽ ആരെയാണ് നാം വിശ്വസിക്കേണ്ടത്? ക്രിമിനലിനെയാണോ മുഖ്യമന്ത്രിയാണോ? അല്ല, നികേഷ് എന്താ തോന്നുന്നത് അവിടെ എന്തിനാ സംസാരിക്കാൻ വന്നതെന്നാണ്? എന്താണ് അയാളുടെ സ്വന്തം പേര് വരെ മാറ്റി വെച്ചിട്ടല്ലേ? ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാമല്ലോ എന്ത് കാര്യം പറയാനാ വന്നതെന്നുള്ളത്. എന്താ? അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് അതിന് മാതൃഭൂമി പത്രത്തിന്റെ ലേഖകൻ കൂടെ ഉണ്ടായിരുന്നയാള് പത്രത്തിന്റെ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് മാതൃഭൂമി പത്രത്തിലെ ജീവനക്കാരൻ, ഒരു മന്ത്രിയുടെ ജീവനക്കാരൻ. ഓക്കെ, സോറി, മാതൃഭൂമിയിലെ ഒരു ജീവനക്കാരൻ, ഒരു മന്ത്രിയുടെ എന്ത് പറഞ്ഞു കൂട്ടത്തിലുണ്ടായിരുന്ന ആള് പറഞ്ഞില്ലേ അതിന്റെ കാര്യം എന്താണെന്നുള്ളത്? അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. സോളാർ കമ്മീഷന് മുമ്പിൽ എത്ര മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുത്തു, അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ചർച്ച ചെയ്തില്ലല്ലോ. അതെന്താ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? ഈ പറയുന്ന ബിജു രാധാകൃഷ്ണന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മാതൃഭൂമിയിലെ ജീവനക്കാരൻ സോളാർ കമ്മീഷന് മുമ്പിൽ 7 മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് അദ്ദേഹം പറയുന്നു അന്ന് വന്നപ്പോൾ സംസാരിച്ചത് ഇന്ന വിഷയമാണ്, ഒരു മന്ത്രിയെക്കുറിച്ചുള്ള വിഷയമാണ്. അത് മുഖ്യമന്ത്രിയുടെ മാന്യത കൊണ്ട് മര്യാദ കൊണ്ട് ആ മന്ത്രി ഇന്ന് ഈ പാർട്ടി ഈ മുന്നണിയിൽ പോലും ഇല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം ആ പേര് പറയാത്ത അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടാണ്. ആ അന്തസ്സെങ്കിലും അദ്ദേഹത്തിനൊന്ന് അംഗീകരിച്ചു കൊടുക്കുക. ഷിബി ശിവൻകുട്ടി, മാതൃഭൂമിയിലെ ജീവനക്കാരനും ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഈ ജീവനക്കാരൻ മൊഴി നൽകാൻ വരുമ്പോഴാണ് പൊതുസമൂഹം അറിയുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ ഇതിന് മറുപടി പറയുമ്പോൾ അങ്ങനെ ഒരു ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നതായി ഒരു ഘട്ടത്തിലും പറഞ്ഞിരുന്നില്ല. പിൽക്കാലത്താണ് അങ്ങനെ ഒരു ജീവനക്കാരൻ പൊട്ടി വീഴുന്നത്. പിന്നെയാണ് ആ നിലയിൽ മൊഴി കൊടുക്കുന്നത്. ഒരു മുറിക്കകത്ത് അടച്ചിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മണിക്കൂറോളം എന്താണ് ചർച്ച ചെയ്ത്? മുഖ്യമന്ത്രി കൊച്ചി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബിജു രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ മൂന്നാമതൊരാൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നില്ല. പിൽക്കാലത്ത് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെയാണ് ഈ സാക്ഷി, ഒരു മാതൃഭൂമിയിലെ ജീവനക്കാരൻ എന്ന പേരിൽ ഒരാൾ വരികയും ഈ നിലയിലുള്ള കാര്യങ്ങളാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് എന്ന് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്.
അപ്പോഴൊക്കെ തന്നെയും ഇതിൽ ദുരൂഹത കാണുകയാണ്. എന്തുകൊണ്ട് അന്ന് നിയമസഭയിൽ പറയുമ്പോൾ എനിക്കത് പറയാൻ കഴിയില്ല, ഇതാ മൂന്നാമതൊരാളുണ്ടായിരുന്നു, ആ ആളോട് ചോദിക്കൂ എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. പിൽക്കാലത്ത് ഈ നിലയിൽ സ്വമേധയാ ഒരാൾ വന്ന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകി ഇത് ഒരു മന്ത്രിയുടെ സരിതയുമായുള്ള അവിഹിത ബന്ധത്തിൻ്റെ കഥ പറയാനാണ് എന്ന് വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രി അയാൾ പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് വേറൊരു ഘട്ടത്തിൽ അതിന് സാധൂകരണം നൽകുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിലൊക്കെ തന്നെ അവ്യക്തത ഉള്ളത് കൊണ്ടാണ് ബിജു രാധാകൃഷ്ണൻ പറയുന്നത് ഞാൻ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ്, മുഖ്യമന്ത്രി തയ്യാറുണ്ടോ. ബിജു രാധാകൃഷ്ണൻ അവിടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബിജു രാധാകൃഷ്ണൻ പറയുന്നത് എന്താണ്? സലിം രാജ് എന്നോട് 1.5 കോടി രൂപ ചോദിക്കുന്നു, അവൻ എന്നോട് തെറ്റി നിൽക്കുകയാണ്, അതുകൊണ്ട് ആ 1.5 കോടി രൂപ എൻ്റെ പങ്കിൽ നിന്ന് ഇപ്പോൾ എനിക്ക് കിട്ടണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു എന്നും തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച് ആ 1.5 കോടി രൂപ ഞാൻ കൊടുത്തു എന്നുമാണ് ബിജു രാധാകൃഷ്ണൻ്റെ ഭാഗം. നികേഷേ, ഞാനിപ്പം എന്നെ ഒന്നാമത് നികേഷ് സംസാരിക്കാൻ പോലും തട്ടിപ്പാണെന്ന് മുഖ്യമന്ത്രി കൊണ്ടുവന്നു വരെയാണ് ഇപ്പം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ശിവൻകുട്ടി പറയാല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രി ഞാൻ പറയാം, അല്ലെങ്കിൽ ശിവൻകുട്ടി പറയട്ടെ? ഇല്ല, ജോസഫ് വഴക്കൻ പറയൂ. ജോസഫ് വഴക്കൻ ഒരു മറുപടി ഉണ്ടോ? ഇവിടെ രണ്ട് ഭാഗമുണ്ടെന്നേ ഞാൻ പറഞ്ഞു. അല്ലല്ല, പിന്നെ എനിക്ക് മറുപടി ഇല്ലാതാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്താ മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി ഇപ്പം പറയേണ്ട ഒരു 5 മിനിറ്റ് ബുദ്ധിമുട്ടിയാണ് ഇന്നിപ്പോൾ ഈ കഥ ഇപ്പോൾ നികേഷ് തന്നെ എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ അതിന് മറുപടി പറയട്ടെ. ഒരു 5 മിനിറ്റ് എനിക്കെന്താ, ഞാൻ ചോദിക്കട്ടെ. മുഖ്യമന്ത്രി സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയായിരിക്കുന്ന ഒരാൾക്കെതിരെ അയാളുടെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ വന്ന് അയാളുടെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം വന്ന് പറഞ്ഞാൽ ഉടനെ മുഖ്യമന്ത്രി പറയാം ഇതാ ഇന്ന ആളുകളെല്ലാം കൂടെ പറഞ്ഞു എന്ന് പറഞ്ഞ് അയാളെ പ്രതിക്കൂട്ടിലേക്കാനാണോ അപ്പം ശ്രമിക്കുന്നത്? അയാളെ ഒന്നെങ്കിൽ സംസാരിച്ച് നേരെയാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നം ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിനു മുമ്പ് മുഖ്യമന്ത്രി പറയുമോ 2 സാക്ഷികളുടെയും കൂടെ പേര് പുറത്തേക്ക് പറഞ്ഞ് അദ്ദേഹത്തെ അപ്പോൾ വഷളാക്കാൻ നിൽക്കുമോ? അത് വ്യക്തിപരമായ മെറിറ്റാണ് അങ്ങനെ ഒരാളെക്കുറിച്ച് ആശയവും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പറയാം ഇതാ 3-മതൊരാളുണ്ട്, നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലേക്കെന്ന മന്ത്രിക്കെതിരെ അപ്പോൾ ആക്ഷേപം വെളിയിലോട്ട് വരിക. അതൊരു മര്യാദയല്ലേ? അതൊരു സാമാന്യ മര്യാദയല്ലേ? ചെറിയ കാര്യമല്ലോ, ഒരു അഴിമതിയോ മറ്റുള്ള കാര്യമല്ല, ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ? ഒരാളുടെ കുടുംബ പ്രശ്നം വന്ന് സംസാരിക്കുമ്പോൾ അത് കേൾക്കുക, അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ? അതും സുഹൃത്താണും സഹമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കുക, പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് നോക്കുക എന്നുള്ളതല്ലേ ചെയ്യാനുള്ളത്. അതിനുശേഷം ഈ എത്രയോ മാതൃഭൂമിയിലെ ഒരു ലേഖകനെ ഒരു ജീവനക്കാരൻ, അയാളെ ഒരാളും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ അയാൾ തട്ടിപ്പുകാരനായിരുന്നോ അല്ലെങ്കിൽ അയാളെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണെന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആളില്ല എന്ന് ബിജു രാധാകൃഷ്ണൻ പോലും പറഞ്ഞിട്ടില്ല. ബിജു രാധാകൃഷ്ണൻ പറയാത്ത സംശയം പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്? അതൊന്നും ഒരു ശരിയായ കാര്യങ്ങളല്ല. ഒരു മനുഷ്യനെക്കുറിച്ച് മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് എന്ത് ആക്ഷേപവും പറഞ്ഞു കളയാം എന്നുള്ള രീതിയിലുള്ള മാധ്യമ വിചാരണ തന്നെ ശരിയല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ വളരെ സുദൃഢമായ അഭിപ്രായം ഞാൻ പറയുകയാണ്. പക്ഷേ ജോസഫ് വാഴക്കൻ, ഇവിടെ വ്യക്തിപരമായ ആക്ഷേപം ആർക്കെതിരെയും ആരും ഉന്നയിക്കുന്നതല്ലല്ലോ. ഇവിടെ താങ്കൾക്കറിയാമല്ലോ, മാധ്യമങ്ങൾ ഇത് വളരെ ദീർഘകാലം ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. പക്ഷെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിച്ചതിനേക്കാൾ വലിയ ആശങ്ക ഇവിടുത്തെ കോടതികൾ ഉന്നയിക്കുകയുണ്ടായി. ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ തന്നെ 14 മണിക്കൂർ നേരം മുഖ്യമന്ത്രിയോട് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ വിഷയത്തിൽ തന്നെ നിൽക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന ഖജനാവിന് സംസ്ഥാനത്തിനാകെ തന്നെയും നഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അത് ഈ ചർച്ച വരുമ്പോൾ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന നില സ്വീകരിക്കുന്നത് താൽക്കാലികമായി ആ വിഷയത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മാത്രമാണ്. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 2 വർഷമായിട്ട് ചർച്ച ചെയ്യുന്നില്ല നികേഷിന് എത്ര രൂപയുടെ തട്ടിപ്പ് ഇതിനകം നികേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു? 2 വർഷമായി ചർച്ച ചെയ്യുന്ന കേസുകളുണ്ട് ശ്രീ ജോസഫ് വാഴക്കൻ. 33 കേസുകളുണ്ട്. രൂപയുടെ നഷ്ടം കേസുകളുണ്ട്. അടിസ്ഥാനത്തിൽ പറ, എത്ര കോടി രൂപയുടെ തട്ടിപ്പിനെ കുറിച്ച് താങ്കൾക്ക് ബോധ്യപ്പെട്ടു? 33 കേസുകളിലായി ഏതാണ്ട് 8 കോടി രൂപയുടെ നഷ്ടം ഇവിടെ വിവിധ വ്യക്തികൾക്കായിട്ടുണ്ട്. ആരുടെ പണം? ഏത് രൂപത്തിലുള്ള പണം? നിൽക്കൂ, അതൊന്ന് പറ. 33 കേസുകളുണ്ടോ? 33 കേസുകളിൽ 8 കോടി രൂപയുടെ കണക്ക്, 8 കോടി രൂപയുടെ കണക്ക് ഇതിലുണ്ടോ? ഇനി കണക്കിൽ പെടാത്ത എത്രയോ പണം ഇതിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശ്രീ ജോസഫ് വാഴക്കൻ അറിയാമല്ലോ.
അല്ല അല്ലല്ല ഒരു മിനിറ്റ് എനിക്ക് തരട്ടെ. ആ ശിവൻകുട്ടി മുമ്പേ പറയുന്നത് കേട്ടില്ല, 10,000 കോടിയുടെ കാര്യം. 1000 ശിവൻകുട്ടി ഇരുന്ന് 10,000 കോടിയുടെ കാര്യം കോടി ശ്രീ PC ജോർജ് ആ പദവിയിൽ ഇരുന്ന് പറയുകയായിരുന്നു 10,000 കോടി വരെ നീണ്ടേക്കാവുന്ന തട്ടിപ്പാണ് തുടക്കത്തിൽ തന്നെ പൊട്ടിയത് എന്ന്. അത് ശിവൻകുട്ടി പറയുന്നല്ല, നിങ്ങളുടെ ചീഫ് വിപ്പ് സ്ഥാനത്ത് തുടരുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതിയോ? അല്ല, ചീഫ് വിപ്പ് സ്ഥാനത്ത് ഇപ്പൊ തുടരുന്നില്ലല്ലോ. ചോദിക്കട്ടെ, പറയട്ടെ, ഇത് ഏതാണെന്ന് പറയട്ടെ. ഇന്നേ വരെ വെളിയിൽ കേട്ടിരിക്കുന്ന 6-7 കോടി രൂപ കുറെ സ്വകാര്യ വ്യക്തികൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പോയ ആളുകളുടെ പണം നഷ്ടപ്പെട്ടു പോയി. അത് കേരളത്തിൽ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പ് ടോട്ടൽ ഫോർ യു ഇവിടെ നടത്തിയതാണ്. ആരൊക്കെ കൂടെയായിരുന്നു? അന്നത്തെ ആഭ്യന്തരമന്ത്രി, പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ ഇപ്പോഴത്തെ. ചോദിച്ചു നോക്ക്, അവരുടെ മക്കൾ ഉൾപ്പെടെ അതിനകത്ത് ബന്ധമുണ്ടായിരുന്നല്ലോ. കേരളത്തിൽ വേറെ ഒരു ആർക്കും ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി കഴിയുന്നില്ലല്ലോ. അഴിമതിയുടെ കഥകൾ ചർച്ച കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലെ കുറെ സംഘത്തിന്റെ കഥ വന്നിട്ടുള്ളതാ. അതൊന്നും വെളിയിലോട്ട് പോയിട്ടില്ല. അതേപോലുള്ള അഴിമതിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ ചോദിച്ചു എന്ത് അഴിമതി ഉള്ളത് ചോദിച്ചാൽ ഈ കേരളം കണ്ടിട്ടുള്ള വെച്ച് നടത്തിയിട്ടുള്ള ഒരു മന്ത്രിമാർ കേരളത്തിൽ ഇതുവരെ ഐക്യകാല രൂപയിൽ എത്തിച്ചേരാൻ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2 മന്ത്രിമാർ അവസാനം നിങ്ങൾ രാജിവെക്കേണ്ടി ഞങ്ങൾ പറഞ്ഞപ്പോഴൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഹൈക്കോടതിയും അതേപോലെ തന്നെ വിജിലൻസ് കോടതിയൊക്കെ തന്നെ കമ്മീഷൻ ഇനിയും ഏതാണ്ട് എൻ്റെ അറിവനുസരിച്ച് 30ഓളം സാക്ഷികളെ ഇനിയും വിസ്തരിക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മറ്റ് കക്ഷികളായവർക്ക് കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കണമെന്നുണ്ടെങ്കിൽ ആ പട്ടിക നീണ്ടുപോകും. അതായത് ഏപ്രിൽ 28-നാണ് അവസാന ദിവസമെങ്കിൽ തന്നെയും ഒരുപക്ഷെ വീണ്ടും ഒരു 6 മാസത്തേക്ക് കൂടി നീട്ടി ചോദിച്ചേക്കാവുന്ന സ്ഥിതിയിലേക്കാണ് കമ്മീഷൻ പോകുന്നത്. സർക്കാർ ആവശ്യപ്പെടാതെ ഇടക്കാല റിപ്പോർട്ടും സമർപ്പിക്കാനാകില്ല. ഇപ്പോൾ കാണുന്ന ഈ സാക്ഷിമൊഴികൾ മാത്രമേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ മുന്നിൽ റിപ്പോർട്ടുണ്ടാകില്ല, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ പരമാവധി കിട്ടുന്നുണ്ട് എന്നാണോ, അതോ റിപ്പോർട്ട് വരുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ശ്രീ ശിവൻകുട്ടി, വഴക്കിനെന്താ മിണ്ടായിരിക്കുന്നത്? ശ്രീ ജോസഫ് വാഴക്കൻ, ഗവൺമെൻറ്റാണ് ഇടക്കാല റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ടത്. ഇത്രയും പ്രമാദമായ കേസ് നിങ്ങളെയൊക്കെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന, പ്രത്യേകിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തുന്ന കേസാണല്ലോ ഇത്. അദ്ദേഹത്തിന് സുതാര്യമായ നിലയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ഒരു ഇടക്കാല റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടുകൂടെ ഗവൺമെൻറ്റിന്? അല്ല, റിപ്പോർട്ട് ഇപ്പോൾ ഒന്നും ആയിട്ടില്ലല്ലോ. പിന്നെ എന്തോന്നിൻ്റെ റിപ്പോർട്ടാണ് പിന്നെ കിട്ടുന്നത്? ചർച്ച ഇങ്ങനെ കേട്ട് ജുഡീഷ്യൽ കമ്മീഷൻ ഇങ്ങനെ വിസ്താരം എങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതേവരെ അതിനെക്കുറിച്ച് ഏതെങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ സ്വമേധയാ വേണമെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ സമർപ്പിക്കാം. ഇല്ല, പറ്റില്ല. ഗവൺമെന്റ് ആവശ്യപ്പെടണം. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അദ്ദേഹത്തിന് ഇടക്കാല റിപ്പോർട്ട് ഗവൺമെന്റ് ആണല്ലോ തീയതി നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇടക്കാല റിപ്പോർട്ട് നൽകാൻ. ചരിത്രത്തിൽ ആദ്യമായിട്ട് സൂര്യന് കീഴിലുള്ള അല്ലല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ് അവർക്ക് ടേംസ് ഓഫ് റെഫറൻസ് കൊടുത്തിരിക്കുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷന് സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യവും അന്വേഷിച്ചോളാനാണ് പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്നിട്ടുള്ളതും ഈ ശിവൻകുട്ടിയെ പോലെ അടിസ്ഥാനമില്ലാതെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെ ഏത് കാര്യം വേണമെങ്കിലും അന്വേഷിക്കാൻ സൂര്യന് കീഴിലുള്ള മുഴുവൻ അധികാരങ്ങളും വിട്ടുകൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജൂറിസ്ഡിക്ഷൻ അനന്തമാണ്. ഇഷ്ടംപോലെ സംസാരിക്കാം, അന്വേഷിക്കാം. അന്വേഷിച്ച് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഈ ഇടയ്ക്കൊരു റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കണമെന്ന് തോന്നിയാൽ റിപ്പോർട്ട് കൊടുക്കാം. അതിപ്പോൾ ഞങ്ങളാരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഇനിയൊരു നിയമസഭാ സമ്മേളനം കൂടിയുണ്ട്. ശിവൻകുട്ടി, ഞാൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും സംസാരിക്കുന്നതിൽ എൻ്റെ വ്യക്തമായ രേഖയുണ്ട്. ഞാൻ വാഴക്കലിനെതിരായിട്ട് യാതൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതിൽ നിന്ന് തന്നെ വാഴയ്ക്ക മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി പറയുന്നതിലെല്ലാം അടിസ്ഥാനമുണ്ടെന്ന്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നിയമസഭാ നടപടി ചട്ടങ്ങളനുസരിച്ച് അവകാശ ലംഘന നോട്ടീസ് കൊടുത്ത് എൻ്റെ രേഖയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലെ യോഗവും
നിയമസഭയിൽ മാത്യു ടി തോമസിന്റെ അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞ മറുപടിയും ഇതെല്ലാം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കിടക്കുക. ശിവൻകുട്ടി അതെല്ലാം പറയുന്നതല്ലേ കള്ളത്തരങ്ങളാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ രേഖവെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ 29-ാണെന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് അപ്പൊ അതിൽ നിന്ന് തന്നെ വായിക്കാൻ മനസ്സിലാക്കണമല്ലോ. ശിവൻകുട്ടിയെ പോലുള്ള ആൾക്കാർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ സരിത നായരെ ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ നിങ്ങളുടെ കാലങ്ങളിലുള്ള മന്ത്രിമാരെയും ചില MLA-മാരെ MP-മാരെ അടുത്ത് മാത്രം പോവുകയും താഴെ കത്തിൽ അവരുടെ പേര് മാത്രം എഴുതുന്നു, ജോസഫ് വാഴക്കിന്റെ പേര് എഴുതുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളവരെ മനസ്സിലാക്കണ്ടേ? അതല്ല ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് തള്ളിയാൽ വാഴക്കൻ ഈ കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല, ഇത് വെള്ളരിക്കപ്പെടണമെന്നല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മ വേണം. എൻ്റെ ശിവൻകുട്ടി 27 എന്നുള്ളത് 29 ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം ഡൽഹി യാത്രയെക്കുറിച്ച് കൊടുത്ത ലിസ്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് കൊടുത്തപ്പോൾ ഒന്ന് തെറ്റിപ്പോയി കാണും. പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു യോഗമാണ് വാഴക്കൻ. പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗമാണ്. ആ യോഗം അങ്ങനെ മറക്കാൻ വേണ്ടി പറ്റുന്ന യോഗമല്ല. പ്രധാനമന്ത്രി പങ്കെടുത്ത ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിയമസഭയിൽ മറുപടി പറയുമ്പോൾ ഉദ്യോഗസ്ഥർ എഴുതി കൊടുത്ത ഉമ്മൻചാണ്ടി സാധാരണഗതിയിൽ നിയമസഭയിൽ മറുപടി പറയുന്നതൊന്നും തെറ്റാറില്ല. എനിക്ക് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവമുണ്ട്. ഡേറ്റുകളെല്ലാം തീയതികളെല്ലാം കൃത്യമായി ഒരു പേപ്പറിന്റെ സഹായം പോലും ഇല്ലാതെ ഓർമ്മിച്ച് പറയുന്ന ഉമ്മൻചാണ്ടിക്ക് ഈ സരിതയുടെ പ്രശ്നം വന്നപ്പോൾ മാത്രമാണ് തീയതി തെറ്റിയെന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കണം. നമ്മൾ നിയമസഭ കാണുന്നില്ലേ, കാണുന്ന കാര്യമല്ലേ? അതിനെ പ്രതിരോധിക്കുകയും മുഖ്യമന്ത്രിക്ക് സമർത്ഥിക്കുകയും ചെയ്യേണ്ടിയിരുന്നത് ശ്രീ വി ശിവൻകുട്ടി പ്രതിപക്ഷമായിരുന്നു. 3-ാം ദിവസം പി ശ്രീരാമകൃഷ്ണൻ അടിയന്തര പ്രമേയം ഉന്നയിക്കുമ്പോൾ ഈ വിഷയം പറയുന്നു. മുഖ്യമന്ത്രി നിങ്ങൾ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, കേരളത്തിലെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അവിടെ മിണ്ടുന്നില്ല. ആ മൗനം നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നിയമസഭാ നടപടി ചട്ടങ്ങൾ അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രിവിലേജ് നോട്ടീസ് കൊടുത്തത് ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മറുപടി മുഖ്യമന്ത്രി പ്രിവിലേജ് നോട്ടീസ് സ്പീക്കർ കണ്ടെത്തുകയാണെങ്കിൽ അത് ആ നിലയിൽ വരട്ടെ. പക്ഷേ അന്ന് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ട് നിർത്താൻ കഴിഞ്ഞിട്ടില്ല ആ വിഷയത്തിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 27 എന്നുള്ളത് 29 മുഖ്യമന്ത്രി ചിത്രീകരിച്ചത് അലിവി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. അത് മുഖ്യമന്ത്രി രക്ഷപ്പെടുകയും ചെയ്തു. ആ സമയത്തെ വലിയ കൂട്ടപ്പൊരിച്ചിൽ നിന്ന് ഒരു ഡേറ്റ് തെറ്റിച്ച് പറഞ്ഞ് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഖേദിച്ചിട്ട് കാര്യമുണ്ടോ ശ്രീ വി ശിവൻകുട്ടി? പോയ ബുദ്ധി ആന വലിച്ചാലും വരില്ല. വളരെ നന്നായി, വളരെ നന്ദി ശ്രീ വാഴക്കൻ, ശ്രീ വി ശിവൻകുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്.